ധ്യാനിന്റെ ഇന്റർവ്യൂ കുറച്ചുകൂടെ നല്ല മൂവിയായിരുന്നു. പ്രണവിനെ കണ്ടപ്പോൾ പഴയ മോഹൻലാലിനെ പോലെ അതായത് നമ്മുടെ ഇവിടെ ഗോപിയുടെ ടൈം പഴയ ഗോപി ഉണ്ടല്ലോ ആ ലുക്ക് ഫാമിലി മൂവി. നിവിൻ പോളി കൊള്ളായിരുന്നു. അവരുടെ ആക്ടിംഗ് ഒക്കെ കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന മൂവിയാണ്. താങ്ക് യു. കോമഡി ഉണ്ടായിരുന്നു, അതിൽ കോമഡി ഇല്ല. സ്ലോ മോഷനിൽ കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ധ്യാനായിരുന്നു, സെക്കൻഡ് ഹാഫ് നിവിൻ പോളി. പ്രണവ് നന്നായിട്ട് തന്നെയാണ്. നല്ലായിരുന്നു, ഫീൽ ഗുഡ് മൂവിയാണ്. ഇല്ല ലാഗൊന്നും ഇല്ല, ലാഗൊന്നും ഫീൽ ചെയ്തു. നല്ലായിരുന്നു. ചിരിച്ച് കണ്ടോണ്ട് കൂടുതൽ ചിരിക്കാനുണ്ടായിരുന്നത്. അതിൽ ഒരു സോങ് ജ്ഞാപകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് നല്ലതായിരുന്നു. ധ്യാനിന് എനിക്ക് നിവിൻ പോളി ഇഷ്ടപ്പെട്ട. ലാഗൊന്നും ഫീൽ ചെയ്തില്ല. രണ്ടും ഫസ്റ്റും സെക്കൻഡും ഒക്കെ നന്നായിരുന്നു. അഭിനയം നല്ലയാ. കുഞ്ഞിരാമായണത്തിനേക്കാളും ബെറ്ററാ. നിവിൻ പോളി അടിപൊളിയായിരുന്നു. നിവിൻ പോളി അങ്ങനെയല്ല, പ്രണവ് മോഹൻലാലും ധ്യാനും നിവിൻ പോളി 3 പേര്. ചിരിക്കാനുണ്ടായിരുന്നു. നല്ലായിരുന്നു നിവിൻ പോളിയുടെ. കല്യാണി പ്രിയദർശൻ കുറച്ചേ ഉണ്ടായിരുന്നു. നന്നായിരുന്നു.